ആശുപത്രി, കോടതി, പോലീസ് സ്റ്റേഷൻ ഈ സ്ഥലങ്ങളൊന്നും മനുഷ്യർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോരുന്നുള്ളതാണ്. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അവൻ ടഫസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് അവൻ തിരിച്ചൊരിക്കലും അങ്ങോട്ട് വരരുതെന്നുള്ളതൊക്കെയാണ് പണ്ടത്തെ പല സ്റ്റാഫിൻ്റെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡൊക്കെ നമ്മുടെ ആശുപത്രിയിൽ ഗുണനിലവാരം ഉറപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ പിയർ അസസ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ ചില പഴയ നഴ്സുമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വളരെ റഫായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൽ പലപ്പോഴും അവരുടെ ഹ്യൂമൻ ബിഹേവിയർ, അവർ ആൾക്കാരോടുള്ള പെരുമാറ്റമൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറണം. അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഈ പെരുമാറ്റ ബിഹേവിയറിനും നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡുകളിലൊക്കെ പലപ്പോഴും അതിനൊരു മാനദണ്ഡമുണ്ട്, സ്റ്റാഫിൻ്റെ പെരുമാറ്റം. അപ്പോൾ ഒരു റഫായിട്ട് പെരുമാറുന്ന സ്റ്റാഫ് നഴ്സിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നമുക്ക് സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അവരെടുത്തടിച്ച പോലെ ഒരു മറുപടി എന്നോട് പറഞ്ഞത്, അത് അവർക്ക് റിട്ടയർ ചെയ്ത് പോയി, സാർ അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ മാന്യമായിട്ടും ഒക്കെ പെരുമാറി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും വരുവാനുള്ള ആഗ്രഹം അവരിലുണ്ടാകും. അവരോടൊക്കെ റഫായിട്ട് പെരുമാറാവുള്ളൂ. കള്ളലക്ഷണം നടിച്ചു പോലും രോഗം നടിച്ചൊക്കെ വരുന്നവൻ പറഞ്ഞു ഇതിനെ ഒരു സുഖവാസ കേന്ദ്രമാക്കി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും വരുവാൻ ആഗ്രഹിക്കും എന്നൊക്കെ പറയും. അതുപോലെ പോലീസ് സ്റ്റേഷനാണെങ്കിലും കോടതികളിലാണെങ്കിലും ഇങ്ങനെയൊക്കെയായിരുന്നു മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും അതുകൊണ്ട് വളരെ റഫായിട്ടേ പെരുമാറത്തുള്ളൂ, കോടതിയിലായാലും ആശുപത്രിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും. പക്ഷേ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പോലീസിങ് ആണെങ്കിലും നല്ല ഹോസ്പിറ്റലിൻ്റെ ഗുണനിലവാരമാണെങ്കിലും അതുപോലെ തന്നെ നല്ല പോലീസ് കോടതികളാണെങ്കിലും എല്ലാം നമ്മൾ രൂപപ്പെടുത്തുന്നു. അത് രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരെല്ലാം അനാവശ്യമായിട്ടൊന്നും പോകാറില്ല, ആർക്കും സമയമൊന്നുമില്ല. എന്തെങ്കിലും സാഹചര്യങ്ങളിൽ പെട്ടുവരുന്നവരാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. അതേസമയം കള്ളലക്ഷണം നടിച്ചു വരുന്നതിനെ ഡീൽ ചെയ്യാനും അവർക്ക് അറിഞ്ഞിരിക്കണം. കാര്യം അങ്ങനെയുള്ള ഒരു പരിധി വരെ അങ്ങനെ സോമാറ്റിക്കായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവിടെ നല്ല പെരുമാറ്റം, കീപ് എവരി പേഴ്സൺ അസ് യു കംസ് ഇൻ ടു കോൺടാക്ട് അസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓൺ എർത്ത്. ഓരോ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയായിട്ട് കരുതുകയും അംഗീകരിക്കുകയും അവരുടെ പേഴ്സണാലിറ്റി അംഗീകരിച്ചുകൊണ്ട് പെരുമാറുകയും ചെയ്യുന്ന പെരുമാറ്റം അക്കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പെരുമാറ്റത്തിനെല്ലാം ഗുണനിലവാരത്തിൽ നമ്മളൊരു പ്രത്യേക സ്ഥാനം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു പെരുമാറ്റ ബിഹേവിയർ കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ചിലപ്പം ബാക്കിയുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ മണി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെറ്റീരിയൽ മണിയെല്ലാം ഉണ്ടെങ്കിലും അതായത് പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലൂടെ ഉടലെടുക്കുന്നത്. കാര്യം ചെറിയ റിയാക്ഷൻസ് ആണ് ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് പല ഹോസ്പിറ്റലിലാണെങ്കിലും കോടതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അതൊരു വല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഒരു പേഷ്യൻ്റായിട്ട് ലിസൺ ചെയ്യാനുള്ള സംവിധാനവും നല്ല പോലീസിങ്ങും അല്ലെങ്കിൽ നല്ല കോടതി സിസ്റ്റവും നല്ല ആശുപത്രി സിസ്റ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. പഴയ ഈ കൺസെപ്റ്റുകൾ ഒക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു. റഫായിട്ട് പെരുമാറണം എന്നുള്ള ഒരു സിറ്റുവേഷനായിരുന്നു പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ മോശകരമായ സാഹചര്യങ്ങളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നതും കോടതിയിൽ വരുന്നതും ആശുപത്രിയിൽ വരുന്നതും ഒക്കെ കരുതുന്നത്. പക്ഷേ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിനെല്ലാം ഗുണനിലവാരം പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ട്.